ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ചെറിയൊരു കാപ്പി ഇടുന്നതിൻ്റെ വീഡിയോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ആദ്യം തന്നെ വെള്ളം അടുപ്പി വെച്ചു. ചെറിയ ചൂടായപ്പോഴത്തേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുത്തു. കുരുമുളക് പൊടിച്ചതോ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിലേക്ക് തുളസി ഇല, പിന്നെ ഇഞ്ചിയോ ചുക്കോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം പാതി ഉണങ്ങിയ ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ചുമക്കൂർക്കയൊക്കെ ഇല്ലേ, അതിൻ്റെ ഇല കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം കേട്ടോ. നല്ലവണ്ണം തിളയ്ക്കണം. ഇതിൻ്റെ സത്തൊക്കെ അതിൻ്റെ അകത്ത് ഇറങ്ങണം കേട്ടോ. പിന്നെ ഒരു 5-6 ഏലക്കയും കൂടെ പൊട്ടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ തിളച്ച് ഇതിൻ്റെ സത്തെല്ലാം ഇറങ്ങിയ ശേഷം കുറച്ച് കാപ്പിപ്പൊടി ഒരു 1-1.5 ടീസ്പൂണോളം കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ കാപ്പിപ്പൊടിയും ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ കുറച്ച് നേരം ഇരിക്കണം കേട്ടോ. ഇതൊന്ന് തിളച്ച് ഇതെല്ലാം ഒന്ന് ആകണം. അതിന് ശേഷം ഇതിലേക്ക് ശർക്കരയോ കരിപ്പെട്ടിയോ പഞ്ചസാരയോ, ഏറ്റവും നല്ലത് ശർക്കരയാണ്, കരിപ്പെട്ടിയാണ് കേട്ടോ. അതില്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് രണ്ടും എൻ്റെ കൈവശത്തില്ലാത്തതുകൊണ്ട് ഞാൻ അല്പം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഈ മഴക്കാലാവസ്ഥയിലൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുന്നത് കേട്ടോ. വൈകിട്ടൊക്കെ കുടിച്ചിട്ട് കിടക്കുവാണെങ്കിൽ നല്ലതാണ്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നല്ല തിളച്ച് അതെല്ലാം ഇട്ട് കഴിഞ്ഞ് നല്ല തിളച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുത്തിട്ടേ കുടിക്കും. ഇല്ലെങ്കിൽ നമ്മൾ കുടിക്കുമ്പോൾ അതിൻ്റെ ഇതൊക്കെ നമ്മുടെ ആയി തട്ടും. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി അരിച്ചെടുക്കുക. ഇതെന്നിട്ട് ഓരോ ഗ്ലാസ് കുടിക്കുക കേട്ടോ. ഡെയിലി ഓരോ ഗ്ലാസ് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഈ മഴയൊക്കെ നനത്തത് തൊണ്ടയ്ക്കും പിന്നെ ജലദോഷം ഇങ്ങനെയുള്ളതിനൊക്കെ വളരെ നല്ല. അപ്പം ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ എടുത്തു. അസ്സലാമു അലൈക്കും.